മന്ത്ര ടിവിയുടെ നേർക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു പ്രത്യേക ദിനമാണ്. രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഭൂമി പൂജ നടന്ന ദിവസമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാന്യ മോദിജി ആണ് അവിടെ ശിലാസ്ഥാപനമല്ല ഭൂമി പൂജ നടത്തിയത്. അത് ഭാരതത്തിലെ എല്ലാവരുടെയും പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ആ ഭൂമി പൂജയിൽ അദ്ദേഹം നിന്ന് നടത്തുകയും ഭംഗിയായിട്ട് അത് പരിപൂർണമായിട്ട് വിജയിപ്പിക്കുകയും ചെയ്തു. അത് പിന്നോട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ശ്രീരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അനിവാര്യമാണെന്നും ശ്രീരാമക്ഷേത്രം ഇന്ത്യയുടെ ഒരു അഭിമാനമാണെന്നും കരുതിക്കൊണ്ട് ഇതിന് തുടക്കം കുറിച്ചത് തന്നെ അദ്വാനിജി ആയിരുന്നു. അദ്വാനി അന്ന് രഥയാത്ര നടത്തി. ആ രഥയാത്ര നടത്തി രഥയാത്രയുടെ സമാപനം കുറിക്കുന്നതിന് മുമ്പ് ലാലു പ്രസാദ് യാദവിൻ്റെ ഗവൺമെൻറ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ആ അറസ്റ്റ് ചെയ്തതോടുകൂടി ആ രഥയാത്ര അവിടെ അവസാനിക്കുകയും ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കർസേവകരെ കൊണ്ട് ഈ ഇഷ്ടിക ചുടുകട്ട പൂജിച്ച് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലക്ഷോപലക്ഷം ആൾക്കാർ അവിടെ എത്തുകയും അതന്ന് ഒരു ക്ഷേത്ര പുനരാരംഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ആൾക്കാരുടെയൊക്കെ എതിർപ്പ് കാരണം അത് നിർത്തിവെക്കുകയും ചെയ്തു. ശേഷം സുപ്രീം കോടതിയുടെ ഒരു വിധിയോടുകൂടി അദ്വാനിജി എന്ന് തുടങ്ങി വെച്ച ആ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പദ്ധതി ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുകയാണ്. അത് പരിപൂർണമായി വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അധികാരത്തിലെത്തുവാൻ വേണ്ടിയിട്ട് ഇലക്ഷനിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു വിഷയം കൂടിയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം. അതിന്ന് ഫലത്തിലെത്തിയിരിക്കുകയാണ്. എന്തായാലും ഭാരതത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് നമുക്ക് കാണാം. ഈ അഭിമാനമായിട്ട് കാണാൻ കഴിയുന്ന ഈ രാമക്ഷേത്രം സർവ്വജനങ്ങളുടെയും സന്തോഷത്തിനും സമ്പൽ സമൃദ്ധിക്കുമായി സർവേപി സുഖിനോ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ ഭാഗേതു ദുഃഖമക്ഷുനയ എന്ന ആപ്തവാക്യത്തോടുകൂടി ഇന്നത് പൂർണ്ണമാക്കിയിരിക്കുകയാണ്. ഈ ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട് സാർ ജനങ്ങളോട് നമുക്ക് എന്ത് പറയാൻ? പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പ്രതീക്ഷയും അതോടൊപ്പം ആശങ്കയ്ക്കും ഇന്ന് വേണമെങ്കിൽ ഒരു വിശ്വാസത്തോടുകൂടി വിരാമമായി ശുഭാപ്തി വിരാമം ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈ രാമജന്മഭൂമിയും അതോടൊപ്പം പിന്നെ അവിടെ രണ്ടാമത് പണിതുയർത്തിയിരുന്ന ബാബറി മസ്ജിദ്, രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം തുടങ്ങിയത് നൂറ്റാണ്ടിന് മുമ്പാണ്. ഈ തർക്കം രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അത് പൂട്ടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചെറുമകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയപ്പോഴാണ് അത് തുറന്നു കൊടുക്കാനുള്ള അനുവാദം കൊടുത്തത്. പിന്നെയും സംഘർഷങ്ങളും കൊച്ചു കലാപങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. 1992 ഡിസംബർ 6 അല്ലേ? ഡിസംബർ 6 മാർബറി മസ്ജിദ് പള്ളി പൊളി
2000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അതിനുശേഷം BJP ആദ്യം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി രാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിയുമെന്ന് വ്യക്തമാക്കിയിരുന്നു. രണ്ടാമത്തെ BJP സർക്കാരിന്റെ പ്രകടന പത്രികയാണ് അല്ലേ? രണ്ടാമത്തെ BJP സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ആ BJP വിജയിക്കുകയും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി പ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. എന്തുകൊണ്ടോ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ മന്ത്രിസഭയുടെ സമയത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഇപ്പോൾ ഈ അധികാരത്തിൽ വന്നിരിക്കുന്ന ആ പ്രകടന പത്രികയിൽ വരുന്നത് രണ്ടാമത്തെ പ്രകടന പത്രികയിലും ആദ്യത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ആവർത്തിച്ചു. അപ്പൊ ഇപ്പൊ അതെന്തായാലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും, പ്രത്യേകിച്ചും ആ രാജജന്മഭൂമി ശ്രീരാമ ഭക്തർക്ക് അതൊരു ഒരു പുണ്യദിനമായിട്ട് അവരിന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ വഴിവെച്ചത് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിയുടെ വിധിയിൽ ആ വിധിയെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പക്വതയോടുകൂടി നോക്കിക്കാണുകയും അതിനുശേഷം അതിൽ പങ്കെടുത്ത അതിനോട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, പ്രത്യേകിച്ചും 2 മതവിഭാഗങ്ങളിലുള്ള പ്രതിനിധികൾ വളരെ പക്വതയാർന്ന സമീപനവും ചർച്ചയും ആ ചർച്ചയിലൂടെയാണ് ഇന്ന് പതിറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന ഭൂമി പൂജ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത്. സർവജനങ്ങൾക്കും സുഖവും സന്തോഷവും വരണം എന്നുള്ള ഒരു ആപ്തവാക്യത്തോടുകൂടി ഹൈന്ദവ സാംസ്കാരികത, അതിഥിയെ നമ്മൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ള അതിഥി ദേവോഭവ ഉണ്ട്. ഇവിടെ പല മുസ്ലിം പള്ളികളും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ പണിതു കൊടുത്ത പഴയ ഹൈന്ദവ രാജാക്കന്മാരാണ്. ആ ഒരു സാംസ്കാരിക പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. ആ സാംസ്കാരിക പാരമ്പര്യം പൂർണ്ണമായിട്ടുണ്ടായിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ബേസിക്കാണ്. ആ ബേസിക്കിലേക്ക് വൈദേശികളായവരെ ഇവിടെ ബിസിനസ്സിന് വേണ്ടി വന്നപ്പോൾ ഹാർദമായി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളും വസ്തുക്കളും ഒക്കെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള നമ്മുടെ ഇന്ത്യയിലെ 2 വിഭാഗക്കാർ തമ്മിലുണ്ടാകുന്ന ഒരു തർക്കങ്ങളിലൂടെ ഒരു ആരാധനാലയത്തിൻ്റെ ഉദ്ഭവനം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കഷ്ടമാണ്. എങ്കിലും പരമോന്നത കോടതി, സുപ്രീം കോടതിയുടെ ഒരു വിധി വരെ എത്തേണ്ടി വന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതെ. ആ വിധിയാണ് ഈ പക്വതയാർന്ന ഒരു ചർച്ചയ്ക്കും ഒരു തീരുമാനത്തിലും എത്താൻ ഉള്ള സാഹചര്യമുണ്ട്, ഒരു കാരണമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണം ഉണ്ടാവുകയും പ്രത്യേകിച്ച് രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഇലക്ഷനെ അഭിമുഖീകരിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്തവർ തന്നെ അതിന് മുൻകൈ എടുക്കുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതൊക്കെ അവർ ചെയ്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഒരു പ്രധാനപ്പെട്ട അജണ്ട നടപ്പാക്കാൻ കഴിഞ്ഞു.
പ്രധാനപ്പെട്ട ഒരു അജണ്ട നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ആ സംഘടനയ്ക്കുമുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നാം ചിന്തിക്കുകയാണെങ്കിൽ രാമൻ്റെ അയനം ആ മാസത്തിൽ തന്നെ, രാമായണ മാസത്തിൽ തന്നെ ഇങ്ങനെയൊരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് പ്രാരംഭം കുറിക്കുന്നത് ഭക്തിപരമായി നോക്കുമ്പോൾ വളരെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. അതിന് വളരെ വിജയസാധ്യതയാണ്. അത് ജനങ്ങളിലേക്ക് ഭക്തിപരമായിട്ട് ആവേശം കൊള്ളുന്ന ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ല, ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള ഭൂമി പൂജ വളരെ സന്തോഷപരമായും ആഹ്ലാദത്തോടെയാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ നോക്കി കാണുന്നത്. ചിലർക്ക് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇതിനെ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് വരവേറ്റത്. അതിനകത്ത് തന്നെ കോൺഗ്രസിനകത്ത് കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ ചില മുറിവുകളൊക്കെ ഉണ്ട്. മുസ്ലിം ലീഗ് അതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തന്നെയും അതിൽ അതിർത്തി അവരിന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ പണക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പ്രത്യേകിച്ചും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെ ഫോണിലൂടെയും അല്ലാതെയൊക്കെ ചർച്ച നടത്തിയിരിക്കുന്നു. അതൊക്കെ ഇതിന്റെ ഒരു കൂട്ടത്തിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ്. അല്ലാതൊരു ഒരു പരിധി വരെ നമ്മൾ കോടതിയുടെ ഒരു തീരുമാനം, കോടതിയിൽ നിന്നൊരു വിധി വന്നതനുസരിച്ചുകൊണ്ട് അന്നത്തെ സമുദായത്തിൻ്റെ, രണ്ട് സമുദായത്തിൻ്റെയും ആൾക്കാരുടെ ഒരു സമന്വയം ഉണ്ടാക്കി. ആ സമന്വയം മാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും, എല്ലാ സാമുദായിക സംഘടനകളും, എല്ലാ മതസംഘടനകളും, എല്ലാ സാംസ്കാരിക സംഘടനകളും സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുന്നു. ആ വിധി അനുസരിച്ച് പ്രവർത്തിക്കണം. ആ വിധിയെ പദ്ധതിയോടുകൂടി വിഘടിച്ചു നിൽക്കുന്ന ജനവിഭാഗങ്ങൾ കാര്യക്ഷമമായി പദ്ധതിയോടുകൂടി ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത നിലയിൽ കാര്യങ്ങൾ നടപ്പാക്കണം. അതിന്റെ ഫലമായിട്ടാണ് പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി അത് 5 ഏക്കർ അല്ലേ, 5 ഏക്കർ ഭൂമി സർക്കാർ തന്നെ കണ്ടെത്തി കൊടുക്കുന്നു. അത് നല്ല തീരുമാനമായിരുന്നു. മതസൗഹാർദ്ദ മതേതരത്വത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് രാമജന്മഭൂമി അയോധ്യ പൂർണ്ണമായും തർക്കം ഒഴിവാക്കിയപ്പോഴത്തേന് അവർക്ക് അതേ സ്ഥലത്ത് തന്നെ 5 ഏക്കർ ഭൂമി സർക്കാർ നേരിട്ടിടപെട്ട് പതിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴത്തേന് അത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മേന്മ വിളിച്ചറിയിക്കുന്നതാണ്. അല്ല, അതൊരു മതേതരത്വത്തിന്റെ മേന്മ വിളിച്ചറിയിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമ്മൾക്ക് കൂടുതൽ അഭിമാനം കൊള്ളാവുന്ന കാര്യങ്ങളുണ്ട്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ, ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ എരുമേലിയിലുള്ള വാവരസ്വാമിയുടെ പള്ളി, അതെ, ആ വാവരസ്വാമിയുടെ പള്ളി എന്ന് പറയുന്നത് ശബരിമലയിൽ തീർത്ഥാടനത്തിന് വരുന്നവര് ആ പള്ളിയിൽ കയറി നേർച്ചയിട്ട് വഴിപാട് നടത്തി ആരാധന നടത്തിയിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു സാംസ്കാരികത എന്താണ്? ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വേറിട്ട് നിൽക്കാതെ ഈശ്വരനെ എല്ലാം തുല്യമായിട്ട് കാണാൻ കഴിയണം എന്നുള്ള ഒരു ബോധമാണ് മനുഷ്യന് നൽകുന്നത്. അപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഉറവിടമായി നിൽക്കുന്ന, ഹൈന്ദവ വിശ്വാസത്തിലൂടെ നിലകൊള്ളുന്ന ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ വാവര് പള്ളിയിൽ പോയി വാവരെ കണ്ടു തൊഴുതു വണങ്ങി പോകുന്ന ആ ഒരു സാംസ്കാരികത നമ്മുടെ മനസ്സിലുള്ളപ്പോൾ ഈ രാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രം പണിയുന്നതിൻ്റെ അടുത്തൊരു 5 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അവിടെ മനോഹരമായിട്ടൊരു പള്ളി പണിത് ആ പള്ളിയിലെ തീർത്ഥാടകരെ, ഈ രാമജന്മഭൂമിയിൽ വരുന്ന തീർത്ഥാടകർ ആ പള്ളിയിലും കയറി തൊഴുതിട്ട് പോകാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. ശബരിമല പോകുന്ന ഭക്തജനങ്ങള് വാവരസ്വാമിയെ കണ്ട് തൊഴുതു പോകുന്നവരെ തന്നെ ഒരു അയോധ്യയിലെ തീർത്ഥാടനത്തിന് പോകുന്നവര് നാളെ ബാബറി മസ്ജിദും സന്ദർശിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ്
കോടതി ഇങ്ങനൊരു വിധി ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് ധരിക്കാൻ കഴിയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അസ്വാസ്ഥ്യതകൾ സംസാരിച്ച് മറ്റുള്ളവരുടെ ഇടയിലേക്ക് വർഗീയത വളർത്തുന്നതിന് പകരം നമ്മുടെ സംസ്കാരത്തിൻ്റെ രീതി അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തിലുള്ളവരെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതിഥികളെ നമ്മൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മനോഭാവമുള്ള ഒരു സംസ്കാരമുള്ള നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഒരു വചനം നമുക്ക് നൽകിയതാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അദ്ദേഹത്തിന് ഇതൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞ ആളായിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ പുള്ളി അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിൽ നിന്ന് വിപരീതമായിട്ടാണല്ലോ ഇവിടെ ഒരു പള്ളിയുടെ പേരിലെ അമ്പലത്തിൻ്റെ പേരിലെ പരസ്പരം കലഹിക്കാൻ നിൽക്കാതെ ഒത്തൊരുമയോടുകൂടി വിശ്വാസത്തിൻ്റെ പേരിലെ സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ ജനത്തിനുണ്ടാകണം. പ്രത്യേകിച്ച് കേരളീയർക്ക്, മലയാളികൾക്ക് ആ ഒരു മനോഭാവം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഉദാഹരണം തന്നെയാണ് ഈ ശബരിമലയും ഉള്ളത്. മാത്രമല്ല, എനിക്കത് ആ ക്ഷേത്രത്തിന്റെ പേര് എനിക്ക് പിന്നെ ഓർമ്മ വരുന്നില്ല. മലബാറിലുള്ള ഒരു പുരാതനപരമായ ഒരു ക്ഷേത്രത്തിന്റെ അവിടുത്തെ ഉടവാൾ സൂക്ഷിക്കുന്നത് അവിടുത്തെ ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിലാണ്. ഉത്സവത്തിന്റെ അന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിനിധികളും പൂജാരിയും ചെന്ന് ആ വാണ് ഏറ്റുവാങ്ങുകയും തിരിച്ച് ഉത്സവം കഴിഞ്ഞ് വാണ് തിരിച്ച് അതേ മുസ്ലിം തറവാട്ടിനെ തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു അതേപോലെ ഇവിടെ പാലക്കാടുണ്ട്. പാലക്കാട് ജില്ലയിലുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് മിസ്റ്റർ സലീമിന്റെ വീട്ടുകാർ. അവിടുത്തെ ഒരു ക്ഷേത്രത്തില് ഉത്സവം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്ന് വേണം അവിടെ സാധനങ്ങൾ ആദ്യം കൊണ്ട് കൊടുക്കാൻ. ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ക്ഷേത്രത്തില് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ തുടങ്ങത്തുള്ളൂ. അപ്പം അതും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവർക്കൊക്കെ ഉള്ള പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും വിശ്വാസവും എത്ര കണ്ട് അമിതമായിട്ടാണ് നിൽക്കുന്നത്, അത് എത്ര കണ്ട് ജനങ്ങൾക്ക് പാഠമാകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മാത്രമല്ല, മലബാറിലുള്ള പല മുസ്ലിം കുടുംബങ്ങളിലും നിലവിളക്ക് കത്തിക്കുന്നു. അതുണ്ട്. എന്നാൽ അവിടെ ഈ പിന്നെ അതും ആ ഒരു മതസുഹൃത്ത് അവിടെ മനുഷ്യനാണ് ഏറ്റവും വലുതെന്ന നിലയിൽ കാണുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇനി രാമജന്മഭൂമിയിലെ ക്ഷേത്രം പണിയുവാൻ വേണ്ടി ഭൂമി പൂജ നടത്തിയത് ഭാരതത്തിലെ എല്ലാ പൗരന്മാരുടെയും ഒരു അഭിമാനമായി കണക്കാക്കുകയും ഇവിടെ സാഹോദര്യ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഘടിച്ച് നിൽക്കാതെ ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചു നിൽക്കാനുള്ള ആ ഒരു മനോഭാവം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമായി മാറണം. അല്ല, മാത്രമല്ല ഈ പിന്നെ ഭൂമി പൂജയ്ക്ക് വേണ്ടി അടിച്ച ക്ഷണക്കത്ത്, ആ ക്ഷണക്കത്ത് ആദ്യം എത്തിച്ചത് ഈ പിന്നെ ഈ രാജജന്മഭൂമിക്ക് എതിരെ പിന്നെ കേസ് കൊടുത്ത ഒരു പിന്നെ മുസ്ലിം സംഘടന പ്രതിനിധിക്കണം. അദ്ദേഹം അതുള്ള സന്തോഷത്തോടെ സ്വീകരിക്കുകയും സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് അവിടെ തർക്കമുണ്ടായി, തർക്കഭൂമി പരിഹാരമുണ്ടായി. അതെ, തർക്കത്തിന് പരിഹാരമുണ്ടായപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഒന്നുമില്ല. തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് നമുക്ക് സഹകരിക്കാൻ പാടില്ലെന്ന് പറയാം. അദ്ദേഹം കാണിച്ച ഒരു മനസ്സ് വളരെ വലിയ മനസ്സിൻ്റെ ഉടമസ്ഥയാണ്. ആ ഒരു മാനസികാവസ്ഥ തന്നെ നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവണം. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ വലിയ ചെറിയ ചെറിയ സംഘടനകളൊക്കെ ചെറിയ അസ്വസ്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ തന്നെ ഇന്ന് എല്ലാ പത്രങ്ങളിലും ആ റിപ്പോർട്ടുണ്ട്. ഇന്നലെ തന്നെ അത് വിഷ്വലായിട്ട് എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്തതാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു ജയിലിൽ ആക്രമിച്ച് 25-29 പേരെ കൊല്ലപ്പെട്ട കേസിൽ അത് നേതൃത്വം കൊടുത്തത് ഒരു മലയാളിയാണെന്നുള്ളതാണ്. അത് ഒരു മെഡിക്കൽ ബിരുദധാരി അല്ല. അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമുദായത്തിലുള്ള 1-2 പേരെ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക്, ഭീകര പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴത്തേന് സമൂഹം അടച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല. ശരിയാണ് അല്ല, ഒരിക്കലല്ല. അത് ശരിയല്ല. കാര്യം ഒരു സമുദായത്തിലുള്ള ഒരാളായി പോയത് കൊണ്ട് ആ സമുദായത്തിന് നമ്മൾ തെറ്റ് പറയാൻ പാടില്ല.
ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഒരിക്കലും ശരിയില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ സമുദായിക നേതാക്കന്മാരായിട്ടുള്ളവർ വളരെ നല്ല നല്ല ആൾക്കാരെ നമുക്ക് കാണാം. ഉണ്ട്. അവരുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മതവിദ്വേഷമോ ഒരു ജാതി വിദ്വേഷമോ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ജനിച്ച് ജീവിച്ച് വളരുന്ന ഒരു മനുഷ്യർക്കും പരസ്പരമായിട്ടുള്ള ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള വേറുകൃത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നേരെ മറിച്ച് ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സ്വാധീനം ചെല്ലുന്ന സമയത്താണ് ഈ രാഷ്ട്രീയത്തെ നമ്മുടെ മതവുമായിട്ട് കൂട്ടിക്കലർത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ വിഘടനവാദം ഉണ്ടാകുന്നത്. മതം ഒരിക്കലും രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. രാഷ്ട്രീയമായിട്ടും മതത്തിന്റെ വഴിയെ പോകണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവന്റെ ബുദ്ധിക്കുണ്ടാകുന്ന ഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഭക്തി, ആ ഭക്തി നമുക്ക് ആവശ്യമാണ്. ഒരു കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷൻ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ആ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ, മതങ്ങളുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത ശൈലിയിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കകത്ത് സെമിസ്റ്റിക് മതങ്ങളും അല്ലാത്ത മതങ്ങളും ഉണ്ട്. ഈ സെമിസ്റ്റിക് മതങ്ങളും സെമിസ്റ്റിക് അല്ലാത്ത മതങ്ങളും തമ്മിൽ ഒരു വിദ്വേഷമില്ല. അതില്ല. അതായത് ഒരു മതം എന്ന് പറയുമ്പോൾ ഇതിന്റെ കൾച്ചറാണ്, സംസ്കാരമാണ്, ഒരു സംസ്കാരമാണ്. ഉദാഹരണം ഹൈന്ദവ സംസ്കാരം. ആ ഹൈന്ദവ സംസ്കാരത്തിനകത്ത് സംസ്കാരം എന്ന് പറഞ്ഞാൽ സെമിറ്റിക് മതമാണ്. അതാണ് ഹൈന്ദവ മതം സെമിറ്റിക് മതമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് ജീവിതത്തിന്റെ ആചാരങ്ങളെ കുറിച്ചോ അല്ലെ ജീവിക്കുന്നതിന്റെ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ അതിനകത്ത് നിർബന്ധിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാത്ത നിലയിൽ സാഹോദര്യത്തോടും സ്നേഹത്തോടും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ ആണിക്കല്ല്. ആ ഒരു സംസ്കാരികത മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് മതാടിസ്ഥാനത്തിൽ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. അത് ഹിന്ദു വിഭാഗത്തിലാണെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിലാണെങ്കിലും മുസ്ലിം വിഭാഗത്തിലാണെന്നുണ്ടെങ്കിലും ആ മതഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവം ഉണ്ടാകണം, മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കണം, എല്ലാം ഈശ്വരനിൽ അർപ്പിക്കണം, ഈശ്വരൻ തരുന്നതാണ് നമുക്കെല്ലാം എന്നുള്ള ഒരു വിശ്വാസം ആണ് ഈ ഗ്രന്ഥങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഈ എല്ലാ മതഗ്രന്ഥങ്ങളുടെയും കണ്ടന്റ് എന്ന് പറയുന്നത് മനുഷ്യ നന്മയാണ്. ഇപ്പൊ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതിന് 300 വർഷങ്ങൾക്ക് മുമ്പ് നിന്ന ശ്രീപുത്തൻ പറഞ്ഞു, നീ നിന്റെ അയൽക്കാരനോട് സ്നേഹമായി പെരുമാറണം. അകപ്പെരുമാസ്മി ഹൈന്ദവ മതത്തിൽ പറയുന്നുണ്ട്. അതിനപ്പുറം ഒരു തത്വശാസ്ത്രമുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൽ പറയുന്ന നന്മകൾ പറയുന്നു. അവന് ഉണ്ടാകുന്ന സമ്പത്തിൽ നിന്നുകൊണ്ട് ഒരു ഭാഗമെടുത്ത് സക്കാത്ത് കൊടുക്കണം, മറ്റുള്ളവരെ സാധുക്കളെ സഹായിക്കണം. ഈ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത് ഒന്ന് തന്നെയാണ്. പറയുന്ന രീതികൾക്ക് ചെറിയ മാറ്റമുണ്ടെന്നുള്ളതല്ലാതെ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അടിസ്ഥാനപരമായ യാതൊരു വൈരുദ്ധ്യവും എല്ലാ മതങ്ങളിലും പറയുന്നത്, എല്ലാ മതങ്ങളുടെയും കണ്ടന്റ് എല്ലാം ഒന്ന് തന്നെ. അതില് ഓരോരുത്തർ വ്യാഖ്യാനിക്കപ്പെടുന്നതിന് അവരുടെ മനോധർമ്മനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപറ്റുമനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തുന്നേ. അത്രയേ ഉള്ളൂ. ഭക്തി നമുക്ക് ആവശ്യം. ഭക്തിപരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് മതങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഭക്തിയെയും മതങ്ങളെയും സമൂഹത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാമജന്മഭൂമിയിൽ ഇന്നത്തെ ദിവസം ഇന്ത്യൻ ജനതയ്ക്ക് ഒരഭിമാന സ്തംഭമായി ഉയർന്നു വരുവാൻ വേണ്ടി സർവ്വജനങ്ങളും ഒത്തൊരുമയോടുകൂടി നിന്ന് നമ്മുടെ നാടിൻ്റെ വികസനമാണ് വലുത്, നാടാണ് വലുത്, മനുഷ്യനാണ് വലുത്, മനുഷ്യ നന്മകളാണ് വലുത്, എല്ലാവരും കൂടിച്ചേർന്ന് സാഹോദര്യത്തോടുകൂടി സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഇന്ത്യയുടെ മഹത്വം ലോകമെന്നും
ഉയർന്നു നിൽക്കട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നാം ഓരോരുത്തർക്കും ഉണ്ടാകാം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമതകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള നാം എല്ലാം ഇന്ത്യക്കാരാണ്, ഭാരത് മാതാവിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു മനോഭാവം, ഒരു ശൗര്യം, ഒരു മനക്കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഈ രാമജന്മഭൂമിയിൽ ഇന്നത്തെ ഈ ഭൂമി പൂജ ദിവസം മുതൽ നാം പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.